ഹായ് എവരി വൺ. ഇന്നത്തെ ടോപ്പിക് റിലേഷണൽ ആൾജിബ്ര പാർട്ട് 2. റിലേഷണൽ ആൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊസീജിയറൽ ക്വറി ലാംഗ്വേജ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആയ അതായത് SQLന്റെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: യൂണറി, ബൈനറി ആൻഡ് സെറ്റ്. അതിൽ പാർട്ട് 1 യൂണറി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൈനറി റിലേഷണൽ ഓപ്പറേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. രണ്ട് ഓപ്പറേഷൻസ് ആണ് വരുന്നത്: ജോയിൻ ഓപ്പറേഷനും കാർട്ടീഷ്യൻ പ്രോഡക്റ്റും. ഫസ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ട് ടേബിളിനെ ഡിഫറെന്റ് റിലേഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കാർട്ടീഷ്യൻ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സൈൻ യൂസ് ചെയ്തിട്ടാണ്. സോ അതിനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്രോസ് ജോയിൻ എന്നും പറയുന്നു. അപ്പൊ നമുക്ക് രണ്ട് റിലേഷൻ, ഇപ്പൊ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ടേബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിനെ കാർട്ടീഷ്യൻ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എ ക്രോസ് ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എയിലെ എല്ലാ ടപ്പിൾസും ബിയിലെ എല്ലാ ടപ്പിൾസും തമ്മിലുള്ള പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്യാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ടേബിളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ ചെയ്യുമ്പോൾ എയിലെ എല്ലാ ടപ്പിൾസും, അതായത് 3 ടപ്പിൾസ് ഉണ്ട്. ഓക്കെ, ബിയിൽ 2 ടപ്പിൾസും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെ ഒരു ടപ്പിള്, അതായത് ഇപ്പൊ ID നമ്പർ 1 എന്ന് പറയുന്ന ടപ്പിള് ബിയിലെ എല്ലാ ടപ്പിളുമായിട്ടുള്ള പോസിബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ID 1A. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബിന്ന് 1C വരും. ദെൻ വീണ്ടും 1A വെച്ചിട്ട് അടുത്ത ടപ്പിളായ ബിയിലെ 2OS. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ 2വിന്റെ 2 പോസിബിലിറ്റീസ് എടുക്കും. അതുപോലെ ID 3യുടെയും ബിയുമായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് എയിലെ എല്ലാ ടപ്പിൾസും യൂസ് ചെയ്ത് ബിയിലെ ഓരോ ടപ്പിൾസിന്റെയും പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്താണ് നമ്മളിവിടെ രണ്ട് ടേബിൾസിനെയും കമ്പൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ജോയിൻ. ജോയിൻ നമ്മൾ രണ്ട് ടേബിൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെയിം ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ ഒരു ടേബിളില് ഐഡിയും നെയിമും ആണ്. ഓക്കെ, വേറൊരു ടേബിളില് ഐഡിയും മാർക്കുമാണ്. അപ്പൊ ഈ രണ്ട് ടേബിളും തമ്മിൽ എനിക്ക് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ കോമൺ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ID ഉണ്ട്. ഓക്കെ, ജോയിൻ ഓപ്പറേഷനിൽ ഇങ്ങനെ ഒരു സെയിം ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ജോയിൻ ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. 2 ടൈപ്പ് ഓഫ് ജോയിൻ ഉണ്ട്. ഇന്നർ ജോയിനും ഉണ്ട്, ഔട്ടർ ജോയിനും ഉണ്ട്. ഇന്നർ ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു രണ്ട് ടേബിള് കൺസിഡർ ചെയ്യാണ്, എയും ബിയും. ഓക്കെ, അപ്പൊ എയും ബിയിലും മാച്ച് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നതാണ് ഇന്നർ ജോയിനകത്ത് വരുന്നത്. ഇനി ഔട്ടർ ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മാച്ചിങ് വാല്യൂസും വരും, നോൺ മാച്ചിങ് വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഔട്ടർ ജോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഇവിടെ മാച്ചിങ് വാല്യൂസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ മാച്ചിങ് വാല്യൂസും കൺസിഡർ ചെയ്യും, നോൺ മാച്ചിങ് വാല്യൂസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഔട്ടർ ജോയിനകത്ത്. ഇനി ഇന്നർ ജോയിൻ 3 ടൈപ്പ് ഉണ്ട്: തീറ്റ ജോയിൻ, നാച്ചുറൽ ജോയിൻ ആൻഡ് ഇക്വി ജോയിൻ. അതുപോലെ ഔട്ടർ ജോയിനും 3 ടൈപ്പ് ഉണ്ട്: ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ ആൻഡ് ഫുൾ ഔട്ടർ ജോയിൻ. നമുക്ക് ഫസ്റ്റ് തീറ്റ ജോയിൻ എന്താന്ന് നോക്കാം. തീറ്റ ജോയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് തീറ്റ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഇതെന്ന് പറയുന്നത് ജോയിൻ ഓപ്പറേഷന്റെ ഒരു ജനറൽ കേസ് ആണ്. അതായത് നമുക്കിവിടെ എല്ലാ സെലക്ഷൻ ക്രൈറ്റീരിയയും തീറ്റ ജോയിനിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഗ്രേറ്റർ കൊടുക്കാം, ലെസ് ദാൻ കൊടുക്കാം,
അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതുപോലുള്ള എല്ലാ കണ്ടീഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജോയിൻ ആണ് തീറ്റ ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇക്വി ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോൾ അവിടെ ഈക്വൽ സൈൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് ഇക്വി ജോയിൻ ആണ്. ഓക്കെ, ഇനി നാച്ചുറൽ ജോയിന്റെ കേസിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ജോയിനകത്ത് നമ്മൾ രണ്ട് ടേബിള് മാച്ചിങ് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, രണ്ട് ടേബിൾ ജോയിൻ ചെയ്യുമ്പോൾ മാച്ചിങ് ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ വാല്യൂസും മാച്ച് ആയത് മാത്രമായിരിക്കും നാച്ചുറൽ ജോയിനകത്ത് കമ്പൈൻ ആയിട്ട് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു സ്റ്റുഡന്റ് ടേബിളും ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ടേബിളും ഉണ്ട്. ഓക്കെ, ഈ സ്റ്റുഡന്റ് ടേബിളിലും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്. ഓക്കെ, രണ്ടിടത്തും ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് ടേബിളിനെയും ജോയിൻ ചെയ്യുമ്പോൾ, ഓക്കെ, ഈ രണ്ട് ടേബിളിനെയും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഉള്ളത് മാത്രമാണ് ഇവിടെ ജോയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും ജോയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്. രണ്ടിലുള്ളത് ഏതാണ്? 1ഉം 2ഉം ആണ്. അപ്പൊ 1ഉം 2ന്റെയും മാത്രം ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. നോക്കി, ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1ഉം 2ഉം, അതിന്റെ ഐഡിയും കിട്ടി, നെയിമും കിട്ടി, ഡിപ്പാർട്ട്മെന്റ് നെയിമും ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം മാച്ചിങ് ആട്രിബ്യൂട്ടിന്റെ മാച്ചിങ് വാല്യൂസ് മാത്രം ജോയിൻ ചെയ്തു വരുന്നതാണ് നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ടർ ജോയിൻ എന്താ നോക്കാം. ഓക്കെ, ഔട്ടർ ജോയിനില് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ് ആദ്യം പറയുന്നത്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേബിളിലെ, ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ ടേബിളിലെ എല്ലാ റെക്കോർഡ്സും വരും. റൈറ്റ് സൈഡിലെ ടേബിളിലെ മാച്ച് റെക്കോർഡ്സ് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സിമ്പിൾ യൂസ് ചെയ്താണ്, അതായത് ജോയിൻ സിമ്പിളിന്റെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ഓക്കെ, രണ്ട് ടേബിള് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, എ ബി എന്ന് പറയുന്ന ടേബിളില് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. സ്റ്റുഡന്റ്, നേരത്തെ പറഞ്ഞ അതേ ടേബിൾ, സ്റ്റുഡന്റും ഡിപ്പാർട്ട്മെന്റും. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ടേബിള് എൻ്റെ ടേബിൾ അതുപോലെ തന്നെ വരണം. ID, നെയിം, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, എല്ലാ ഡേറ്റയും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണം റൈറ്റ് സൈഡുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മാച്ചിങ് വാല്യൂ മാത്രമേ ഇവിടെ ജോയിൻ ആകത്തുള്ളൂ, ലെഫ്റ്റ് സൈഡില്. ഓക്കെ, അപ്പൊ ഇവിടെ മാച്ചിങ് വാല്യൂ ഏതാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1ഉം 2ഉം ആണ്. അപ്പൊ നോക്കിയേ, 1ഉം 2ഉം ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നമ്പർ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇനി ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് നെയിം ആണ് വരുന്നത്. അപ്പൊ എന്താണ്? CS-ഉം EC-യും വന്നു. ഇനി ഇവിടുത്തെ വാല്യൂ ഏതാണ്? 3. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഫുൾ അതുപോലെ തന്നെ വരണം. അപ്പോൾ ID 3, നെയിം C ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 3 അതും വന്നു. ഇനി ഡിപ്പാർട്ട്മെന്റ് നെയിം ഇവിടെ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ നമുക്ക് കൊടുക്കാനില്ല. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നൾ വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്ത്? റൈറ്റ് ഔട്ടർ ജോയിനും. റൈറ്റ് ഔട്ടർ ജോയിനകത്ത് എന്തായിരിക്കും? അപ്പോൾ റൈറ്റ് സൈഡിലെ എൻറ്റയർ ടേബിൾ വരണം, ലെഫ്റ്റ് സൈഡിലെ മാച്ചിങ് റെക്കോർഡ്സ് മാത്രമായിരിക്കും വരുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് നേരത്തെ ചെയ്തതിന്റെ തിരിച്ച് റൈറ്റ് സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ എന്താ? റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലെ ടേബിള് കംപ്ലീറ്റ് അതുപോലെ തന്നെ വരണം. ഡിപ്പാർട്ട്മെന്റ് നമ്പറും ഡിപ്പാർട്ട്മെന്റ് നെയിമും വരും. 1, 2, 4ഉം വന്നു. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 1ഉം 2ന്റെയും വാല്യൂസ് അതുപോലെ തന്നെ വരും. പക്ഷെ 4 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്പറിന്റെ ID, നെയിമും ഒന്നും ലെഫ്റ്റ് സൈഡിലെ ടേബിളിൽ ഇല്ല. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിലെ എല്ലാ ടപ്പിൾസും വരണം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെയും എല്ലാ ടപ്പിൾസും വരണം. അതായത് ബോത്ത് ടേബിളിലെയും എല്ലാ ടപ്പിൾസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് ജോയിൻ സിമ്പിളിന്റെ കൂടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ലൈൻ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യാനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ ടേബിളും വരണം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ടേബിളും കൊടുത്തു, 1, 2, 3. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലെ എല്ലാം കൊടുക്കുക, 1, 2, ഓക്കെ, 4.
ഓക്കെ, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1, 2, 3 ഉണ്ടായിരുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 4ഉം കൂടെ ആഡ് ചെയ്തു. ഇനി നോക്കി, ഇവിടെ 3യുടെ വാല്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലില്ല. സോ അവിടെ നൾ സെറ്റ് ചെയ്തു. ഇനി 4 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയും നെയിമും അവിടെ ഇല്ല. സോ അവിടെയും നൾ എന്ന് സെറ്റ് ചെയ്തു. അതായത് ലെഫ്റ്റ് സൈഡും ജോയിൻ ചെയ്തു, റൈറ്റ് സൈഡും ജോയിൻ ചെയ്തു. അതാണ് നമ്മൾ നേരത്തെ ഔട്ടർ ജോയിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞത്. മാച്ചിങ് വാല്യൂസും മാച്ചിങ് അല്ലാത്ത വാല്യൂസും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഔട്ടർ ജോയിനകത്ത് വരുന്നതെന്ന്. ഓക്കെ, സോ ഇന്നർ ബൈനറിക്കകത്ത് ജോയിനും ഉണ്ട്, കാർട്ടീഷ്യനും ഉണ്ട്. ജോയിൻ 2 ഉണ്ട്, ഇന്നർ ജോയിനും ഉണ്ട്, ഔട്ടർ ജോയിനും ഉണ്ട്. ഇന്നർ ജോയിനകത്ത് 3 വരുന്നുണ്ട്, തീറ്റ, നാച്ചുറൽ ജോയിൻ ആൻഡ് ഇക്വി ജോയിൻ. ഔട്ടറിനകത്ത് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ഫുൾ ഔട്ടർ ജോയിൻ. സോ ഇന്നത്തെ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.